വെൽക്കം ടു സിഗ്നേച്ചർ ക്ലാസ് റൂം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ മോക്ക് പോൾ നടത്തുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത്. മോക്ക് പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ്, VVPAT, ബാലറ്റ് യൂണിറ്റ് എന്നീ മെഷീനുകൾ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഫോട്ടോയിൽ കൺട്രോൾ യൂണിറ്റിൻ്റെയും VVPATൻ്റെയും ഇടയിൽ ചെറിയൊരു ഡിസ്പ്ലേ യൂണിറ്റും കൂടി കാണാം. ഇപ്പോൾ ഉപയോഗിക്കുന്ന മെഷീനിൽ VVPAT മെഷീൻ M3 മെഷീൻ ആയതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേ യൂണിറ്റ് ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് കൺട്രോൾ യൂണിറ്റും VVPAT യൂണിറ്റും ബാലറ്റ് യൂണിറ്റും മാത്രമാണ് ഇത്തവണ നമുക്ക് നൽകിയിട്ടുള്ളത്. അതിലാണ് നമ്മൾ മോക്ക് പോൾ നടത്താൻ പോകുന്നത്. മോക്ക് പോൾ നടത്തേണ്ടത് പോൾ തുടങ്ങുന്നതിനും ഏകദേശം 90 മിനിറ്റിന് മുമ്പ് നടത്തേണ്ടതാണ്. 7 മണിക്കാണ് പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ 90 മിനിറ്റ് മുമ്പ് അഥവാ 5:30 രാവിലെ പുലർച്ചെ 5:30 മോക്ക് പോൾ തുടങ്ങേണ്ടതാണ്. മോക്ക് പോൾ 5:30 തുടങ്ങണമെങ്കിൽ മിനിമം 2 സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റ് ആ സമയത്ത് ഹാജരാകേണ്ടതാണ്. അപ്പോൾ മാത്രമാണ് മോക്ക് പോൾ നമുക്ക് തുടങ്ങാൻ സാധിക്കുക. അങ്ങനെ 15 മിനിറ്റ് വരെ അത്തരം 2 സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാർ വരാൻ വേണ്ടി കാത്തു നിൽക്കാം. ഇനി ആരും വരാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ മാത്രം എത്തുകയോ ചെയ്യുകയാണെങ്കിലും 15 മിനിറ്റ് കാത്തു നിന്നതിന് ശേഷം 5:45 അഥവാ 75 മിനിറ്റിന് മുമ്പെങ്കിലും നിർബന്ധമായും മോക്ക് പോൾ തുടങ്ങിയിരിക്കണം. മോക്ക് പോൾ ഒരിക്കൽ തുടങ്ങിയാൽ പിന്നീട് വരുന്ന ഏജൻറ്റുമാർക്ക് വീണ്ടും ആദ്യം ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇടയിൽ വന്ന് ജോയിൻ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഡിനോവ വീണ്ടും ആദ്യം മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഒരു കാരണവശാലും അവർക്ക് ആവശ്യപ്പെടാൻ ഇല്ല. അപ്പോൾ മോക്ക് പോൾ 5:30 തുടങ്ങണം എന്നുള്ളത് നിർബന്ധമായും തലേ ദിവസം ഇവർ വരുന്ന സമയത്ത് നിങ്ങളവരെ ഉണർത്തേണ്ടതാണ്. 5:30 ഹാജരാകാത്ത പക്ഷം 2 പേര് ഇല്ല എങ്കിൽ മാക്സിമം നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നത് 15 മിനിറ്റാണ്. 15 മിനിറ്റിനകം 2 പേര് വരികയാണെങ്കിൽ ആ സമയത്ത് തന്നെ തുടങ്ങാം. 5:45 മുമ്പ് 2 പേര് എത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ തുടങ്ങാം. മാക്സിമം കാത്തിരിക്കാവുന്നത് 15 മിനിറ്റ് മാത്രമാണ്. 15 മിനിറ്റിൽ ഉള്ളിൽ 5:45 ഉള്ളിൽ ആരും എത്തിയില്ല എങ്കിലോ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിലോ എന്ത് ചെയ്യണം? തുടങ്ങണം എന്നുള്ളത് നിർബന്ധമാണ്. സെക്ടർ ഓഫീസർ ഈ സമയത്ത് അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അവരേതെങ്കിലും ഒരു പോളിംഗ് സ്റ്റേഷനിൽ മോക്ക് പോളിന് ഒപ്പം ഉണ്ടാകണം എന്നുള്ളതാണ് ഡയറക്ഷൻ. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റേഷനിൽ വരാം. മിക്കവാറും സെക്ടർ ഓഫീസേഴ്സ് ഏതെങ്കിലും ലൊക്കേഷനിലാണ് ഉണ്ടാകുക. കാരണം ഒരു ലൊക്കേഷനിൽ ഒന്നിൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അവർക്ക് ഒരുമിച്ച് അവിടെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. മോക്ക് പോളിന് ശേഷം അതിൻ്റെ റിപ്പോർട്ടുകൾ മോക്ക് പോൾ അവസാനിച്ചതിൻ്റെ അതിൻ്റെ കൃത്യമായ കംപ്ലീഷൻ റിപ്പോർട്ടുകൾ റിട്ടേണിംഗ് ഓഫീസർക്ക് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പോൾ മാനേജർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മോക്ക് പോളിന് ശേഷം പോൾ മാനേജറിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവും. മോക്ക് പോൾ അവസാനിച്ച വിവരങ്ങളൊക്കെ സൂചിപ്പിക്കാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉടൻ തന്നെ ROന് ആ വിവരം എത്തുന്നതായിരിക്കും. ഇനി മോക്ക് പോളിൽ മെഷീനുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ നോക്കാം. ആദ്യം ബാലറ്റ് യൂണിറ്റിൽ നിന്നും പോകാം. ബാലറ്റ് യൂണിറ്റ് 2 ഡോറും അതിൻ്റെ മേലെയും താഴെയുമുള്ള ചെറിയ ഡോറുകൾ സീൽ ചെയ്തിട്ടായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാകുക. ബാലറ്റ് യൂണിറ്റിൽ ഏറ്റവും മുകളിൽ പച്ച കളറിൽ ആ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഒരു ഗ്രീൻ ലാമ്പ് അവിടെ കാണുന്നുണ്ടാവും. കൂടാതെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ നേരത്തെ സ്ലൈഡിംഗ് സ്വിച്ചിനുള്ള ഒരു പോർഷൻ ഉണ്ടായിരുന്നു, ഗ്ലാസ് വിൻഡോ ഉണ്ടായിരുന്നു. ഇത്തവണ M3 മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ തമ്പ് വീൽ ആണ് ഉള്ളത്. അഥവാ നമ്മുടെ നമ്പർ ലോക്ക് സിസ്റ്റം പോലെ നമ്പറിംഗ് ആണ് അതിനകത്ത് ഉണ്ടാകുക. അധികവും എല്ലാവിടെയും ഒരു ബാലറ്റ് യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ 01 എന്ന് കാണിക്കുന്ന തരത്തിലുള്ള തമ്പ് വീലാണ് അവിടെ ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ 01 എന്ന് കാണാം. രണ്ടാമത്തെ യൂണിറ്റ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ യൂണിറ്റിൽ 02 എന്ന് കാണാവുന്നതാണ്. ഇനി ബാലറ്റ് ബട്ടൺ, കാൻഡിഡേറ്റിൻ്റെ ബട്ടൺ നീല കളറിൽ തന്നെയാണ്. എന്നാൽ ലൈറ്റിൻ്റെ പൊസിഷൻ, കാൻഡിഡേറ്റിൻ്റെ ലൈറ്റിൻ്റെ പൊസിഷൻ നേരത്തെ ഉണ്ടായിരുന്ന മെഷീനിൽ എയറോ മാർക്ക് രീതിക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു റൗണ്ട് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഗ്ലോ ചെയ്യുന്ന സമയത്ത്, കത്തുന്ന സമയത്ത് എയറോ മാർക്ക് നമുക്ക് കാണാവുന്നതാണ്. ഇനി ബാലറ്റ് വയ്ക്കുന്ന ഭാഗത്താണെങ്കിൽ ഈ ചിത്രത്തിൽ കാണിച്ചതുള്ളതുപോലെ ചിഹ്നം മാത്രമല്ല കൂടാതെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും കൂടി കാണാൻ കഴിയും. ഇങ്ങനെയാണ് ഇത്തരത്തിലാണ് ബാലറ്റ് യൂണിറ്റ് ഉണ്ടാകുക. ബാലറ്റ് യൂണിറ്റിന് ഒരു ഇൻ്റർ കണക്റ്റിംഗ് കേബിൾ അതിനകത്തുണ്ടാവും. അതിൻ്റെ ഒരു എൻഡ് പെർമനൻ്റ്ലി ബാലറ്റ് യൂണിറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. മറ്റൊരു എൻഡിൽ
അതിൻ്റെ പോർട്ട് ഉണ്ടാവും, അതിൻ്റെ സോക്കറ്റ് അതിനകത്ത് പോർട്ട് അതിനകത്തുണ്ടാവും. അതിനകത്ത് ഒരു സൈഡ് റെഡും ഒരു സൈഡ് ബ്ലാക്ക് കളറുമായിട്ടുള്ള ലാച്ചസ് കൊടുത്തിട്ടുണ്ടാവും. കളർ കോഡിംഗ് അതിനകത്തുണ്ട്. ഈ കളർ കോഡിംഗ് പ്രകാരമാണ് മറ്റൊരു യൂണിറ്റിലേക്ക് ഇത് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കളർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റെഡും ബ്ലാക്കുമാണ് ഓരോ സൈഡും. ഒരു സൈഡ് റെഡും ഒരു സൈഡ് ബ്ലാക്കുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ കോഡിങ്ങിൽ തന്നെ ആയിരിക്കണം മറ്റു യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ കോഡിംഗ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബാലറ്റ് യൂണിറ്റ് കണക്ട് ചെയ്യേണ്ടത് വി വി പാറ്റിലേക്കാണ്. അതുകൊണ്ടാണ് വി വി പാറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വി വി പാറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ കാണാം. അതിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പ് കവർ, സെൻട്രൽ ഒരു വിൻഡോ കാണാം, ഒരു ഗ്ലാസ് വിൻഡോ കാണാം. അവിടെയാണ് വ്യൂവിംഗ് വിൻഡോ എന്നാണ് പറയുക. ഇതിലൂടെയാണ് നമ്മൾ വോട്ട് ചെയ്ത വിവരം സ്ലിപ്പ് അതിനകത്ത് കാണിക്കും. ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ള സ്ലിപ്പ് നമ്മൾ കാണുന്നത് ഈ വിൻഡോയിലൂടെയാണ്. കൂടാതെ രണ്ട് സൈഡും ലാച്ചസ് ഉണ്ടാവും. അതിൽ സീൽ ചെയ്തിട്ടുണ്ടാവും. ആ രണ്ട് ലാച്ചും സീൽ ചെയ്തിട്ടുണ്ടാവും. ഒരു കാരണവശാലും അത് പൊട്ടിക്കാനും പാടില്ല. വി വി പാറ്റിൻ്റെ പുറകുവശത്തിലാണ് കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഉള്ളത്. ബാലറ്റ് യൂണിറ്റിൻ്റെ കണക്റ്റിംഗ് ആ കേബിൾ ഇതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചുവന്ന ഭാഗം ഇതിലും അതേപോലെ തന്നെ ചുവന്ന ഭാഗം കൊടുത്തിട്ടുണ്ടാകും. അതിലേക്ക് വരുന്ന പോലെ ബ്ലാക്ക് സൈഡ് ബ്ലാക്കിലേക്ക് വരുന്ന പോലെ തന്നെ ഇത്തരത്തിൽ പിടിച്ചുകൊണ്ടായിരിക്കണം അത് കണക്ട് ചെയ്യേണ്ടത്. അതല്ലാതെ രണ്ട് സൈഡും ലാച്ചസ് പിടിച്ചുകൊണ്ട് കണക്ട് ചെയ്യരുത്. കേബിളിൽ പിടിച്ചിട്ട് പതുക്കെ ഇൻസേർട്ട് ചെയ്താൽ കറക്റ്റായിട്ട് കണക്ട് ചെയ്യും. ഒരു സൗണ്ട് കേൾക്കാം. കണക്ഷൻ കൃത്യമാണെങ്കിൽ ഒരു ക്ലിക്കുന്നൊരു സൗണ്ട് കേൾക്കാം. അങ്ങനെയാണ് എങ്കിൽ കൃത്യമായി അത് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എടുക്കുമ്പോൾ മാത്രമാണ്, ഇത് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ രണ്ട് സൈഡിലുള്ള ലാച്ച് പിടിച്ച് അമർത്തി ഇത് റിലീസ് ചെയ്യേണ്ടത്. ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ കേബിൾ പോയിൻ്റ് മാത്രം പിടിച്ചുകൊണ്ട് ഫിക്സ് ചെയ്യാം. പിക്ചറിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്. വി വി പാറ്റിൻ്റെ പുറകിൽ ഒരു നോബും കൂടി കൊടുത്തിട്ടുണ്ടാവും. ആ നോബ് പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ വെർട്ടിക്കൽ പൊസിഷനിൽ വേണം വെച്ചിരിക്കാൻ. ഹൊറിസോണ്ടൽ ആണ് എങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ട് മോഡ് എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ പേപ്പർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പേപ്പർ റിലീസ് ചെയ്ത് വരില്ല, അത് റൗണ്ട് ചെയ്യില്ല. അതുകൊണ്ട് ലോക്ക്ഡ് പൊസിഷനിലാണ് ഉണ്ടാകുക. അൺലോക്ക് ചെയ്യേണ്ടത്, അത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കേണ്ടത് ഇതുപോലെ വെർട്ടിക്കൽ പൊസിഷനിലാണ് നിൽക്കേണ്ടത്. വെർട്ടിക്കൽ പൊസിഷനിലാണെങ്കിൽ മെഷീൻ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ആക്കിയതിന് ശേഷം ബാലറ്റ് യൂണിറ്റിൻ്റെ കേബിൾ ഇതിൻ്റെ പുറകുവശത്തിൽ കണക്ട് ചെയ്തതിന് ശേഷം ഈ നോബ് ഒന്ന് തിരിച്ച് വെർട്ടിക്കൽ പൊസിഷനിലേക്ക് ആക്കുക. ഇതിൻ്റെ വി വി പാറ്റിൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ കേബിൾ, ഇൻ്റർ കണക്റ്റിംഗ് കേബിൾ അതിനോടൊപ്പം ഉള്ളിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. ഇതിൻ്റെ മറ്റൊരു എൻഡ് ഇതേപോലെ തന്നെ ബ്ലാക്കും റെഡും, നേരത്തെ നമ്മൾ ബാലറ്റ് യൂണിറ്റിൻ്റെ കേബിൾ കണ്ടതുപോലെ തന്നെ ഇതിലും അതിൻ്റെ പോർട്ട് കൊടുത്തിട്ടുണ്ടാകുക ബ്ലാക്ക് ആൻഡ് റെഡുമായിരിക്കും. വി വി പാറ്റിൻ്റെ കേബിൾ കണക്ട് ചെയ്യേണ്ടത് കൺട്രോൾ യൂണിറ്റിലേക്കാണ്. അപ്പോൾ കൺട്രോൾ യൂണിറ്റിൽ ഇത്തവണ M3 മെഷീനാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ M3 മെഷീൻ്റെ ഏറ്റവും ടോപ്പ് സൈഡിലാണ്, ഏറ്റവും മുകളിലായിട്ടായിരിക്കും അതിൻ്റെ ഡോർ ഉണ്ടാകുക. ആ മുകളിലെ ഡോറ് പതുക്കെ ഒന്ന് റിലീസ് ചെയ്യുക, ഓപ്പൺ ചെയ്താൽ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം പിക്ചറിൽ ഉള്ളതുപോലെ തന്നെ ലാച്ചസ് രണ്ട് കളറിൽ കാണാം. നിങ്ങൾക്ക് റെഡും ബ്ലാക്കും കാണാം. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള പോർട്ടിലും അതേപോലെ രണ്ട് ടൈപ്പായിട്ട് കാണാം, റെഡും ബ്ലാക്കും. നേരത്തെ നമ്മൾ ഏത് രീതിക്കാണോ ബാലറ്റ് യൂണിറ്റ് വി വി പാറ്റിലേക്ക് കണക്ട് ചെയ്തത്, അതേപോലെ തന്നെ വി വി പാറ്റിൻ്റെ കേബിൾ കൺട്രോൾ യൂണിറ്റിലേക്ക് കളക്ട് ചെയ്യാം. ഈ പിക്ചറിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാം. കണക്ടറുടെ പോർഷൻ കാണാം നിങ്ങൾക്ക് അവിടെ കൃത്യമായും ബ്ലാക്ക് ആൻഡ് റെഡ് ആയിട്ട് അതിൻ്റെ ടാബും അവിടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രീതിക്ക് വേണം അത് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വീണ്ടും കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ വേണം. അത്തരത്തിൽ വി വി പാറ്റിൻ്റെ കേബിൾ കൃത്യമായും കണക്ട് ചെയ്തതിന് ശേഷം യൂണിറ്റിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഏറ്റവും താഴെയുള്ള വലിയ ഡോർ, ഔട്ടർ ഡോർ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. റിസൾട്ട് സെക്ഷനിലുള്ള ഔട്ടർ ഡോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ക്ലോസ് ബട്ടൺ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. കറുത്ത കളറിലുള്ള ക്ലോസ് ബട്ടൺ കാണാം. ക്ലോസ് ബട്ടൺ തൊട്ടടുത്ത് തന്നെ ഇന്നർ ഡോർ കാണാം. ഇന്നർ ഡോറിന് രണ്ട് ഹോൾസ് ഉണ്ടാവും. ആ ഇന്നർ ഡോറിന് ആ ഹോളിലൂടെ റിസൾട്ട് ബട്ടണും അതേപോലെ തന്നെ പ്രിൻറ്റ് ബട്ടണും കാണാം. ഈ ഡോറും കൂടി ഒന്ന് ഓപ്പൺ ചെയ്താൽ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ആ രണ്ട് ബട്ടണും വ്യക്തമായും കാണാം. കൂടാതെ ആ ലാസ്റ്റ് ബട്ടണായ വൈറ്റ് കളറിലുള്ള ക്ലിയർ ബട്ടണും നമുക്കവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ 3 ബട്ടണാണ് മോക്ക് പോളിൽ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ പോകുന്നത്. ക്ലോസ് ബട്ടൺ, റിസൾട്ട് ബട്ടൺ, ക്ലിയർ ബട്ടൺ. ഈ സീക്വൻസിലായിരിക്കും ആ ബട്ടണുകളെല്ലാം തന്നെ യൂസ് ചെയ്യുക അവസാനം. അപ്പോൾ മെഷീൻ ഇത്തരത്തിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാകുക. ബാലറ്റ് യൂണിറ്റിൻ്റെ കേബിള് വി വി പാറ്റിലേക്കും വി വി പാറ്റിൻ്റെ കേബിൾ
കൺട്രോൾ യൂണിറ്റിലേക്കുമായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാകുക. ഇത്തരത്തിലാണ് കണക്ഷൻ എന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിനുശേഷം മെഷീൻ കൺട്രോൾ യൂണിറ്റിൻ്റെ ബാക്ക് പോർഷനിൽ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള കണക്ഷൻ പാർട്ടിൻ്റെ തൊട്ടടുത്ത് ഇതിൻ്റെ ഓൺ ബട്ടൺ കാണാം. ഓൺ ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കുക, പവർ ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെഷീൻ വർക്കിങ്ങിലേക്ക് പോകും. ഡിസ്പ്ലേ പാർട്ടിൽ ഈ മെഷീൻ വർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇവിടെ കാണിക്കാം. EVM ഈസ് ഓൺ. ഡിസ്പ്ലേ കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേ പാർട്ടിൽ കാണാം EVM ഈസ് ഓൺ ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന രീതിക്കാം തുടക്കം ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിനുശേഷം ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് ചെക്ക് ഉണ്ട്. ഈ M3 മെഷീനിൽ ഒരു പ്രത്യേകതയാണ്, മെഷീൻ സ്വയം ചെക്ക് ചെയ്യും, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. നമുക്കറിയുന്നത് പോലെ തന്നെ ഡിജിറ്റൽ സിസ്റ്റത്തിൽ ഒരു ഡിജിറ്റ് വരണമെങ്കിൽ അവിടെ 7 ലൈൻസ് വേണം. 7 ലൈൻസ് കൃത്യമാണോ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെഷീൻ തന്നെ അതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റിനെ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത ശേഷം അത് ഓക്കെ ആണെങ്കിൽ അതിൻ്റെ അടുത്ത പോർഷനിലേക്ക് പോകും. റിയൽ ടൈം ഡേറ്റും ടൈമും കാണിക്കും. അതിനുശേഷം മെഷീൻ്റെ സീരിയൽ നമ്പർ കാണിക്കും. അതിനുശേഷം എത്ര സ്ഥാനാർത്ഥികളെയാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും അത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യും. ഇത്തവണത്തെ കൺട്രോൾ യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ ബാറ്ററിയുടെ ചാർജ് നമുക്ക് അതിൽ സാധാരണ രീതിക്ക് കാണിക്കുന്നത് ഹൈ, മീഡിയം, ലോ എന്നാണ് സാധാരണ കാണിക്കുക. ഇത്തവണ M3 മെഷീനിൽ ബാറ്ററിയുടെ പെർസെൻറ്റേജ് എത്ര ചാർജസ് ഉണ്ട് എന്ന് കാണിക്കും. 100%, 99%, 88% അങ്ങനെയുള്ള എത്ര പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ നിലവിലുള്ള ബാറ്ററി എന്നും ഇതിന് കാണിച്ചു തരും. അപ്പോൾ അത്തരം ഡിസ്പ്ലേ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഇതേ സമയത്ത് VVPAT മെഷീൻ ഓൺ ചെയ്ത് അപ്പോൾ തന്നെ 7 സ്ലിപ്പുകൾ വീഴുന്നത് കാണാം. VVPATും സെൽഫ് ടെസ്റ്റ് സ്ലിപ്പുകൾ നടത്തുന്നുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സെൽഫ് ടെസ്റ്റുകൾ വീഴും. VVPAT പ്രവർത്തിക്കുന്നത് സെൻസേഴ്സിലൂടെയാണ്. അപ്പോൾ ആ സെൻസേഴ്സ് എല്ലാം പെർഫെക്റ്റ് ആണോ എന്നുള്ളത് ആ സ്ലിപ്പിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ വൈറ്റ് കളറിലായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് വീഴും. നോട്ട് ടു ബി കൗണ്ടഡ് എന്ന് എഴുതിയിട്ടുണ്ടാകും. പേപ്പർ ഫോൾ സെൻസർ അതിനകത്തുണ്ട്. അതേപോലെ തന്നെ പേപ്പർ ലെങ്ത് സെൻസർ എന്നുള്ളൊരു സെൻസറുണ്ട്. കൂടാതെ അങ്ങനെ പ്രിൻ്റർ ഹെഡ് ടെമ്പറേച്ചർ, അങ്ങനെ ഓരോന്നിനും ഓരോ സെൻസേഴ്സ് അവിടെ പേപ്പർ ക്വാളിറ്റി സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ മെഷീൻ സ്വയം ടെസ്റ്റ് ചെയ്യും. അങ്ങനെ 7 സ്ലിപ്പുകൾ VVPATൽ വീഴുന്നുണ്ടാവും. ഇത് ഏജൻറ്റുമാർക്ക് ഇത് കാണിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും ഏജൻറ്റുമാർക്ക് സംശയങ്ങളുണ്ടാകാം. മെഷീനിൽ ആരും ഒന്നും പ്രവർത്തിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു, മെഷീൻ സ്വയം പ്രിൻ്റ് ചെയ്യുന്നു, അതിനകത്ത് വോട്ടുകൾ വീഴുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായേക്കാം. അപ്പോൾ ആ സ്ലിപ്സ് ഇതാണ് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പിലുള്ള സ്ലിപ്സാണ്. സെൽഫ് ടെസ്റ്റിംഗ് സ്ലിപ്പുകളാണ് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് എടുത്ത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ്. മോക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മെഷീൻ 0 ആക്കി വെച്ചിട്ടുള്ള മെഷീൻ ആയിരിക്കണം ഉണ്ടാകേണ്ടത്. അതിനുശേഷം ടോട്ടൽ ബട്ടൺ തുടക്കത്തിൽ നമ്മൾ അടിച്ച് കാണിച്ചു കൊടുക്കണം. ഈ മെഷീനിൽ ഒരു വോട്ട് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ബാലറ്റ് ബട്ടൺ അമർത്തി അവരോട് ഓരോരുത്തരോടും വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുക. ഓരോരുത്തരും വോട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം സംഭവിക്കും എന്നതും കൂടി നേരത്തെ കൂട്ടി അവരോട് പറയണം. ബാലറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിലെ ചുവന്ന ലൈറ്റ് തെളിയും. അതേപോലെ തന്നെ VVPATൽ പച്ച ലൈറ്റ് റെഡിയാകും. അതേപോലെ തന്നെ ബാലറ്റ് യൂണിറ്റിലും പച്ച ലാമ്പ് റെഡിയായി കാണും. ഇനി ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം സംഭവിക്കും ഇതും അവരോട് നിങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരാൾ വോട്ട് ചെയ്യുന്ന സമയത്ത് ബാലറ്റ് യൂണിറ്റിലെ ബട്ടൺ അമർത്തുമ്പോൾ അതിൻ്റെ നേർക്കുള്ള ആരോ മാർക്ക് തെളിഞ്ഞു വരും. പച്ച ലൈറ്റ് അതോടുകൂടി ഓഫാകും. ആരോ ലാമ്പ് ആകുന്നതിനോടൊപ്പം തന്നെ VVPATൽ സ്ലിപ്പുകൾ ഡിസ്പ്ലേ ആകും. 7 സെക്കൻഡാണ് ആ സ്ലിപ്പ് അവിടെ തെളിഞ്ഞു നിൽക്കുക. സീരിയൽ നമ്പർ കാണിക്കുന്നുണ്ടാകും, സ്ഥാനാർത്ഥിയുടെ പേര് കാണിക്കുന്നുണ്ടാവും, കൂടാതെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും കാണിക്കുന്നുണ്ടാവും. 7 സെക്കൻഡ് നിന്നതിന് ശേഷം ആ സ്ലിപ്പ് ഡ്രോപ്പ് ബോക്സിലേക്കാണ് വീഴുക. ഏകദേശം 1500ഓളം സ്ലിപ്പുകൾ ഈ ഡ്രോപ്പ് ബോക്സിൽ നിൽക്കാനുള്ള, അല്ലെങ്കിൽ അതിൽ കപ്പാസിറ്റി അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളുടെയും ബട്ടണുകൾ ഏജൻറ്റുമാരുടെ പ്രസൻസിൽ അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ചുരുങ്ങിയത് 50 വോട്ടുകൾ ചെയ്തിരിക്കണം. മോക്ക് പോളിൽ
50 വോട്ടുകൾ ചെയ്തിരിക്കണം. ഇത്തരത്തിലാണ് വോട്ട് ചെയ്യേണ്ടത്. ഓരോരുത്തരും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്ലിപ്പ് വീണതിന് ശേഷം മാത്രമാണ് കൺട്രോൾ യൂണിറ്റിലെ ബസർ സൗണ്ട് വരിക, ബീപ്പ് സൗണ്ട് വരിക. അതിനുശേഷം റെഡ് ലാമ്പ് ഓഫ് ആകും. എങ്കിൽ മാത്രമാണ് അടുത്ത ആൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? വീണ്ടും ബാലറ്റ് ബട്ടൺ അമർത്തി ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതും നിങ്ങൾ കാൻഡിഡേറ്റ്സിൻ്റെ ഏജൻസിനോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അല്ലാതെ അതിന് മുമ്പ് വേറൊരാളെ നമുക്ക് പറഞ്ഞയക്കാൻ കഴിയില്ല, വേറൊരാളുടെ വോട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല, കാസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർക്ക് ബട്ടൺ അമർത്തി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതും അവരെ നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഒരാളുടെ വോട്ട് വീണതിന് ശേഷം VVPAT സ്ലിപ്പ് കാണിച്ച് അതിൽ നിന്നും വീണെങ്കിൽ മാത്രമാണ് കൺട്രോൾ യൂണിറ്റിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നുള്ളൂ. മെസ്സേജ് കിട്ടി അത് റെക്കോർഡ് ചെയ്താൽ മാത്രമാണ് അത് എന്നതിന് ശേഷം മെഷീൻ ഓഫ് മോഡിലേക്ക് പോകും. അതിനുശേഷം മാത്രമാണ് വീണ്ടും ബാലറ്റ് ബട്ടൺ അമർത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കണം. അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി വീണ്ടും വീണ്ടും നിങ്ങൾ 50 തവണ ബാലറ്റ് ബട്ടൺ അമർത്തി വോട്ട് ചെയ്യിപ്പിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ബട്ടണിലും മിനിമം ഒരു തവണയെങ്കിലും നിങ്ങൾ അമർത്തിയിരിക്കണം എന്നുള്ളതാണ്. അഥവാ നോട്ടയ്ക്ക് അവിടെ ആളില്ല, അതുകൊണ്ട് തന്നെ ഏജൻറ്റുമാർ നോട്ട് അമർത്തിക്കൊള്ളണമെന്നില്ല. അല്ല വേറെ സ്ഥാനാർത്ഥികൾ ആരുമെങ്കിൽ ഉണ്ടെങ്കിൽ, ഏജൻറ്റുമാരില്ലാത്ത സ്ഥാനാർത്ഥികളുണ്ട് എങ്കിൽ അവർക്കും ആ ബട്ടൺ അമർത്താൻ ആളുണ്ടാവില്ല. അപ്പോൾ ഏജൻറ്റുമാർക്ക് പകരം അവിടെ ഒഫീഷ്യൽസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബട്ടൺ അമർത്താം. മൈക്രോ ഒബ്സർവേഴ്സ് അവിടെ ഹാജരുണ്ടെങ്കിൽ അവർക്കും ബട്ടൺ അമർത്താം. അവരെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഈ മോക്ക് പോളിൽ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ഒരു തവണയെങ്കിലും മെഷീനിൽ നിങ്ങൾ ഈ ബട്ടൺ അമർത്തിയിരിക്കണം, അഥവാ ഒരു വോട്ടെങ്കിലും കിട്ടിയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ 50 വോട്ട് ആയതിനു ശേഷം ടോട്ടൽ ബട്ടൺ അടിച്ച് കാണിച്ചു കൊടുക്കുക. ടോട്ടൽ 50 ആയിട്ടുണ്ട് എന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഓരോ വ്യക്തികളും വോട്ട് ചെയ്യുമ്പോൾ, മോക്ക് പോൾ സമയത്ത് ഓരോ വ്യക്തികളും വോട്ട് ചെയ്യുമ്പോൾ ഒഫീഷ്യലിൽ ഒരാൾ ആർക്കാണ് ഇവർ ഓരോരുത്തരും വോട്ട് ചെയ്തിട്ടുള്ളത്, ടേൺ അനുസരിച്ച് ചെയ്തിട്ടുള്ളത് എന്നും കൂടി റെക്കോർഡ് ചെയ്യുക. ഒരു പേപ്പർ എടുത്ത് റെക്കോർഡ് ചെയ്യുക. ഒന്നാം സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടി, രണ്ടാം സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ളത് റിസൾട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു കോളം വരച്ച് നമ്മൾ ഉണ്ടാക്കി ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ 50 വോട്ടും കൃത്യമായും നമ്മുടെ കയ്യിലും ഒരു പേപ്പറിൽ കൃത്യമായും നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇവരുടെ മുമ്പിൽ അവർ ചെയ്യുന്ന വോട്ടുകൾ കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കണം. അതിനുശേഷം ടോട്ടൽ ബട്ടൺ അടിച്ച് കാണിച്ചു കൊടുക്കുക. ടോട്ടൽ ബട്ടൺ അടിച്ചതിന് ശേഷം ക്ലോസ് ബട്ടണിലേക്ക് പോവുക. അപ്പോൾ അതോടുകൂടി മോക്ക് പോൾ അവസാനിക്കുന്നു. മോക്ക് പോൾ ക്ലോസ് ബട്ടൺ അമർത്തിയതോടുകൂടി മോക്ക് പോൾ അവസാനിച്ചു. ഇവിടെ വീണ്ടും ഏജൻറ്റിനോട് ഒരെണ്ണം കൂടി നമ്മൾ ബോധിപ്പിക്കാനുള്ളത്, ക്ലോസ് ചെയ്തതിന് ശേഷം ഈ മെഷീനിൽ വീണ്ടും ബാലറ്റ് ബട്ടൺ വർക്ക് ചെയ്യില്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ബാലറ്റ് ബട്ടൺ വീണ്ടും അമർത്തി കാണിച്ചു കൊടുക്കുക. ഇൻവാലിഡ് എന്നാണ് കാണിക്കുക. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുക. കാരണം വൈകുന്നേരം നമ്മൾ പോൾ ക്ലോസ് ചെയ്തിട്ടാണ് വരിക. ഓൺ ദി വേ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ മെഷീനിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് എപ്പോഴും സംശയം ഉണ്ടാകാറുണ്ട്. ആ സംശയം ഇവിടെ തീർത്തു കൊടുക്കേണ്ടതാണ്. ഇൻവാലിഡ് എന്ന മെസ്സേജാണ്. കാരണം ഈ ബട്ടൺ പിന്നീട് ആക്ടിവേറ്റഡ് ആകില്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അതിനുശേഷം റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. റിസൾട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓരോ കമ്പ്യൂട്ടിംഗ് റിസൾട്ട് എന്ന് കാണിച്ച് അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികൾക്കും ടോട്ടൽ വോട്ട് എത്രയാണ് എന്നും ഓരോ സ്ഥാനാർത്ഥികൾക്കും എത്ര വോട്ടാണ് ലഭിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചും കൃത്യമായി മെഷീൻ ഇങ്ങനെ കാണിച്ചു വരും. ഇത് തന്നെയാണ് നിങ്ങൾ എഴുതിയെടുത്ത പേപ്പറിലും ഇതേപോലെയാണ് ഉള്ളത് എന്നുള്ളതും അവരെ ബോധ്യപ്പെടുത്തുക. ഇത് രണ്ടും തുല്യമായി തന്നെ കാണുന്നുണ്ടാവും. അപ്പോൾ രണ്ടും ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്തുക. ശേഷം VVPAT ഉള്ള സ്ലിപ്പുകൾ കൂടി നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. ഇപ്പോൾ VVPAT 50 വോട്ടുണ്ട്, കൂടാതെ സെൽഫ് ടെസ്റ്റായി വീണ 7 സ്ലിപ്പ് ഉണ്ടാവും. അപ്പോൾ 50ഉം 7ഉം 57 സ്ലിപ്പുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൽഫ് ടെസ്റ്റ് സ്ലിപ്പ് നമ്മൾ മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള 50 സ്ലിപ്പുകളും എന്ത് ചെയ്യണം, എണ്ണി കാണിച്ചു കൊടുക്കും. ഓരോ സ്ഥാനാർത്ഥികൾക്കും എത്രയാണ് വോട്ട് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വേർതിരിച്ച് കാണിച്ചു കൊടുക്കണം. ഇത്രയാണ്. അപ്പോൾ നമ്മൾ എഴുതിയെടുത്തതും കൺട്രോൾ യൂണിറ്റിലുള്ളതും VVPAT ഉള്ളതും ഒരേപോലെ ആയിരിക്കണം. ഒരേ തരത്തിലുള്ള റിസൾട്ടുകളാണ് നമുക്ക് വരേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ബട്ടണിലേക്ക് പോകാം. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ മെഷീനിൽ എവിടേക്കോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഈക്വൽ ആണ് എങ്കിൽ പിന്നീട് ചെയ്യേണ്ടത് ക്ലിയർ
ക്ലിയർ ബട്ടണിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും ആർക്കെങ്കിലും ഒരാൾക്ക് റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും എത്ര തവണ വേണമെങ്കിൽ റിസൾട്ട് ബട്ടൺ അമർത്തി നമുക്ക് റിസൾട്ട് എടുത്ത് കാണിച്ചു കൊടുക്കാം, അവർക്ക് കാണിച്ചു കൊടുക്കാം. ക്ലിയർ ബട്ടൺ പോയി കഴിഞ്ഞാൽ പിന്നീട് റിസൾട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ക്ലിയർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വലിയ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. 16 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അതിനുശേഷം ടോട്ടൽ വോട്ട്സ് 0 എന്ന് കാണിക്കാം. നേരത്തെ നിങ്ങൾ 50 ചെയ്തത് പോയി 0 ആയി മാറി. ഓരോ സ്ഥാനാർത്ഥിക്കും 0 ആണ് വോട്ട് എന്നുള്ളത് കാണിക്കും. അതിനുശേഷം മെഷീൻ ഓഫ് മോഡിലേക്ക് വരും. ഓഫ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ടോട്ടൽ ബട്ടൺ അടിച്ച് കാണിച്ചു കൊടുക്കുക. ടോട്ടൽ ബട്ടൺ അമർത്തിയതിന് ശേഷം വീണ്ടും മെഷീനകത്ത് നേരത്തെ ഉള്ള വോട്ടുകളെല്ലാം പോയി, ഇനി 0 ആണ് ഉള്ളത് എന്നത് അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ മോക്ക് പോളിൽ നമ്മൾ ബാലറ്റ് ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം 50 വോട്ട് ചെയ്തതിന് ശേഷം ക്ലോസ് ബട്ടണാണ് അമർത്തുക. അതിനുശേഷം റിസൾട്ട് ബട്ടണാണ് അമർത്തുക. അതിനുശേഷം ക്ലിയർ ബട്ടണാണ് അമർത്തുക. ക്ലിയർ ബട്ടൺ അമർത്തി കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ ബട്ടൺ ഒരിക്കൽ കൂടി അടിച്ച് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്ത് സീലിംഗ് പ്രൊസീജിയറിലേക്ക് പോകുന്നു. അപ്പോൾ ഈ രീതിക്ക് വേണം ബട്ടണുകൾ പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ക്ലോസ്, റിസൾട്ട്, ക്ലിയർ, CRC എന്നാണ് ഇതിന് ചുരുക്കമായിട്ട് പറയാറുള്ളത്. ഒരിക്കലും ഒരു ബട്ടനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അടുത്ത ബട്ടണിലേക്ക് പോകാൻ പറ്റില്ല. ക്ലോസ് ചെയ്യാത്ത മെഷീനിൽ റിസൾട്ട് എടുക്കാൻ കഴിയില്ല. റിസൾട്ട് എടുക്കാതെ ക്ലിയർ ബട്ടണിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാകണം റിസൾട്ട് എടുക്കണമെങ്കിൽ. അപ്പോൾ ക്ലോസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. റിസൾട്ട് എടുത്താൽ മാത്രമേ ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ സീക്വൻസുകൾ ഉള്ളത്. ഈ രീതിക്ക് വേണം ചെയ്യാൻ. അല്ലാതെ പെട്ടെന്ന് സമയമായി ക്ലോസ് ചെയ്ത ബട്ടൺ ക്ലോസ് ചെയ്ത് വേഗം ക്ലിയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സീലിംഗ് പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുമ്പ് നിർബന്ധമായും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം. ഇനി സ്വിച്ച് ഓഫ് ചെയ്ത മെഷീൻ മാറ്റിവെക്കുക. മോക്ക് പോൾ സ്ലിപ്പുകളാണ് ഇനി നമ്മുടെ കൈവശത്തിൽ. ഡ്രോപ്പ് ബോക്സിൽ നിന്ന് എടുത്തിട്ടുള്ള മോക്ക് പോൾ സ്ലിപ്പുകളുണ്ട്. ഇതിൻ്റെ പുറകു വശത്തിൽ നമുക്ക് നമ്മുടെ കിറ്റിൽ റബ്ബർ സ്റ്റാമ്പ് കാണാം. മോക്ക് പോൾ സ്ലിപ്പ് എന്ന് പറയുന്ന റബ്ബർ സ്റ്റാമ്പ് കാണാം. ഈ എല്ലാ മോക്ക് പോൾ സ്ലിപ്പുകളുടെ പുറകിലും ഈ റബ്ബർ സ്റ്റാമ്പ് യൂസ് ചെയ്ത് സ്റ്റാമ്പ് ചെയ്യണം. മോക്ക് പോൾ സ്ലിപ്പ് എന്ന് സ്റ്റാമ്പ് ചെയ്ത് 50ഉം 7ഉം 57ആണ്. മിനിമം 50 വോട്ട് എന്ന് നമ്മൾ പറഞ്ഞു. 50ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. 50ഉം 7ഉം 7 എണ്ണം സെൽഫ് ടെസ്റ്റ് സ്ലിപ്പുകളാണ്. ആ 7 സ്ലിപ്പും അങ്ങനെ 57 സ്ലിപ്പുകളും ഈ സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു കറുത്ത കവർ എൻവലപ്പ് അതിൽ തരും. ആ എൻവലപ്പിലേക്ക് ഇട്ടുകൊണ്ട് അത് സീൽ ചെയ്യണം. സീലിംഗ് വാക്സ് ഉപയോഗിച്ച് സീൽ ചെയ്യണം. സീൽ ചെയ്തതിന് ശേഷം ഒരു അഡ്രസ് ടാഗ് പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ മേലെ ഒട്ടിച്ചു വയ്ക്കുക. ഈ എൻവലപ്പിൻ്റെ മേലെ ഒട്ടിച്ചു വയ്ക്കുക. ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് ബോക്സ് തന്നിട്ടുണ്ടാവും. ക്ലീനായിട്ട് ഉള്ളിലുള്ളത് കാണാൻ പാകത്തിലുള്ള ഒരു ബോക്സ് തന്നിട്ടുണ്ടാവും. ആ ബോക്സിനകത്തേക്ക് ഈ കറുത്ത എൻവലപ്പ് ഇട്ട് വെക്കേണ്ടതാണ്. അത് ഇട്ടതിന് ശേഷം അതിനൊരു അടപ്പുണ്ടാവും. ആ അടപ്പ് ഇട്ട് കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷം പിങ്ക് പേപ്പർ സീൽ തന്നിട്ടുണ്ടാവും. പ്രിസൈഡിങ് ഓഫീസർക്ക് 2 or 3 പിങ്ക് പേപ്പർ സീൽ തന്നിട്ടുണ്ടാവും. അതിലൊരു പിങ്ക് പേപ്പർ സീൽ എടുത്തുകൊണ്ട് അതിന് റാപ്പ് ചെയ്യുന്നതിന് മുമ്പ് പ്രിസൈഡിങ് ഓഫീസർ അതിൻ്റെ സീരിയൽ നമ്പർ ഏജൻറ്റുമാർക്ക് കൊടുക്കേണ്ടതാണ്. കൂടാതെ ഏജൻറ്റുമാർ അതിൽ ഒപ്പിടാം. പ്രിസൈഡിങ് ഓഫീസർക്കും അതിൽ ഒപ്പിടാം. അത് അവർ ഒപ്പിട്ടതാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് റാപ്പ് ചെയ്യേണ്ടത്. അതിൽ പ്രീ ഗംഡ് പോർഷൻ ഉണ്ടാവും. ഓൾറെഡി അതിന് ഗം ചെയ്തതാണ്. അതിൻ്റെ ബാക്കിലുള്ള പേപ്പർ റിലീസ് ചെയ്യുക. ബാക്കി അതിന് സ്റ്റിക്കർ ആയിരിക്കും. ആ സ്റ്റിക്കർ എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. ഇനി ആ ബോക്സ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ഈ പേപ്പർ കീറാതെ തുറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ മോക്ക് പോൾ സ്ലിപ്പുകൾ. ഈ ബോക്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുത്തു വെക്കേണ്ടതാണ്. ഈ ബോക്സ് മെഷീനോടൊപ്പം വൈകുന്നേരം തിരിച്ച് പോൾ ചെയ്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ കൊടുക്കുന്ന സമയത്ത് മെഷീനോടൊപ്പം സ്ട്രോങ് റൂമിലേക്ക് പോകേണ്ട ബോക്സാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതിനുശേഷം മോക്ക് പോൾ സർട്ടിഫിക്കറ്റാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഇത്തവണ മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പ്രിസൈഡിങ് ഓഫീസേഴ്സ് റിപ്പോർട്ട് അതിലെ പാർട്ട് 1 കൊടുത്തിട്ടുള്ളത്. മോക്ക് പോൾ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാകുക. ഇത് ആക്ച്വൽ പോളിന് മുമ്പാണ് നിങ്ങളത് പ്രിപ്പയർ ചെയ്യേണ്ടത്. 1, 2, 3 ഒക്കെ അതിനകത്ത് പ്രിൻ്റ് ചെയ്യണമെന്നാണ്. ചിലപ്പോൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അവിടെ എഴുതേണ്ടി വരും. 4ാം കോളം മുതൽക്ക് വീണ്ടും ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാം. നമുക്ക് സ്ട്രോങ് റൂമിൽ നിന്നും തന്നിട്ടുള്ള മെഷീനുകൾ ഏതാണ് ആണ് ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT ഏതാണ് എന്നുള്ളത് എഴുതുക. എന്തെങ്കിലും കാരണത്താൽ മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് റീസൺ, അത് ഏതെങ്കിലും ഒന്ന് മാറ്റേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് ടിക്ക് ചെയ്യുക 2ാം കോളത്തിൽ. അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് അടുത്ത ബോക്സിൽ എഴുതുക. 3ാം കോളത്തിൽ മാറ്റിയ യൂണിറ്റുകളുടെ നമ്പർ.
അപ്പോൾ മോക്ക് പോളിന് മുമ്പ് അല്ലെങ്കിൽ മോക്ക് പോൾ വരെ ആക്ച്വൽ പോൾ തുടങ്ങുന്നത് വരെ ഏതെങ്കിലും യൂണിറ്റിനാണ് കുഴപ്പമുണ്ടായതെങ്കിൽ ആ യൂണിറ്റ് മാത്രമാണ് മാറ്റുക. അഥവാ കൺട്രോൾ യൂണിറ്റ് ആണെങ്കിൽ കൺട്രോൾ യൂണിറ്റ് മാറ്റും, ബാലറ്റ് യൂണിറ്റ് ആണെങ്കിൽ ബാലറ്റ് യൂണിറ്റ് മാറ്റിത്തരും, വി വി പാറ്റ് ആണെങ്കിൽ വി വി പാറ്റ് മാത്രം മാറ്റിത്തരും. അപ്പോൾ ഏതാണോ കുഴപ്പമുണ്ടായത് അതിനെ മാത്രം റീപ്ലേസ് ചെയ്തവർ തരും. അപ്പോൾ അത് ഏതാണ് എന്നുള്ളത് അവിടെ കാണിച്ചിരിക്കണം. ഇനി ആ സമയത്ത് ഹാജരായിട്ടുള്ള ഏജൻറ്റുമാർ അവിടെ ഒപ്പിടണം എന്നുള്ളതാണ് ആ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ റീപ്ലേസിങ് ഓഫീസർ, സെക്ടർ ഓഫീസറുടെ സിഗ്നേച്ചറും കൂടി അതിനകത്ത് വേണ്ടതുണ്ട്. അപ്പോൾ അത് കൂടാതെ ഇനി മോക്ക് പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ പേര് ഡീറ്റെയിൽഡായിട്ട് 2ാം കോളത്തിൽ എഴുതും. 3ാം കോളത്തിൽ നമ്മുടെ കൈകൊണ്ട് പേപ്പറിൽ പ്രിപ്പയർ ചെയ്ത ആ വിഷയം ഓരോരുത്തർക്കും എത്ര വോട്ട് കിട്ടി എന്നുള്ളത് അതിനകത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. 4ാം കോളത്തിൽ കൺട്രോൾ യൂണിറ്റിൽ ഡിസ്പ്ലേ വന്ന സമയത്ത് ഓരോരുത്തർക്കും എത്ര വോട്ട് ലഭിച്ചു എന്നുള്ളത് ഇവിടെ എഴുതി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എഴുതണം. 5ാം കോളത്തിൽ വി വി പാറ്റ് പ്രിൻറ്റഡ് സ്ലിപ്പ് വന്ന സമയത്ത്, ആ പേപ്പർ സ്ലിപ്പ് വന്ന സമയത്ത് ഓരോരുത്തർക്കും എത്ര വോട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചാണ് ഡീറ്റെയിൽ, അതും നമ്മൾ എഴുതേണ്ടത്. 6ാം കോളത്തിൽ ഈ വി വി പാറ്റിൽ കിട്ടിയ സ്ലിപ്പും കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേ റിപ്പോർട്ടും രണ്ടും ഒന്ന് തന്നെയാണോ എന്നാണ് ചോദ്യം. അപ്പോൾ എസ് എന്നാണ് മിക്കവാറും അവിടെ എഴുതാനുണ്ടാകുക. നോ എഴുതിയാൽ മെഷീന് കുഴപ്പമുണ്ട് എന്നാണ്. അപ്പോൾ എസ് എന്നായിരിക്കും നമുക്ക് എഴുതാനുണ്ടാകുക. എസ് നോ ആണെങ്കിൽ തീർച്ചയായിട്ടും മെഷീന് കുഴപ്പം മാറ്റേണ്ടി വരും. അപ്പോൾ എസ് എഴുതി കഴിഞ്ഞാൽ അപ്പുറത്ത് സിഗ്നേച്ചർ ആ സമയത്ത് ഹാജരായിട്ടുള്ള പോളിംഗ് ഏജൻസിൻ്റെ സിഗ്നേച്ചറാണ് വാങ്ങിക്കേണ്ടത്. ഇനി അതിന് താഴെയുള്ള ഇൻഫർമേഷൻസാണ് പറയേണ്ടത്. 5C എന്ന് പറയുന്നത് ക്ലിയർ ബട്ടൺ ഓൺ ദി കൺട്രോൾ യൂണിറ്റ് ഹാസ് ബീൻ പ്രസ് ടു ക്ലിയർ മോക്ക് പോൾ ഡാറ്റ. ഈ വിവരം ആ താഴെയുള്ള ഡാഷിൽ എഴുതേണ്ടതാണ്. എസ് ആണ് എങ്കിൽ ഈ വിവരം എഴുതണം. കൺട്രോൾ യൂണിറ്റിലെ ക്ലിയർ ബട്ടൺ എന്ത് ചെയ്തിട്ടുണ്ട്, മോക്ക് പോളിന് ശേഷം അമർത്തിയിട്ടുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഇനി അതുകൂടാതെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ആൾ പേപ്പർ സ്ലിപ്സ് ടേക്കൺ ഔട്ട് ഫ്രം വി വി പാറ്റ് ആഫ്റ്റർ മോക്ക് പോൾ, അതും എസ് മാർക്ക് ചെയ്യുക, മാറ്റിയിരിക്കണം. നിങ്ങൾ ഓൾറെഡി ബോക്സിനകത്ത് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ എം ടി വി വി പാറ്റ് ഷോൺ ടു ഓൾ പോളിംഗ് ഏജൻറ്റ്സ്, അത് കാണിച്ചു കൊടുത്തിരിക്കണം. അപ്പോൾ അത് എസ് മാർക്ക് ചെയ്യുക. ബിഫോർ ആക്ച്വൽ പോൾ എൻഷുർ ദാറ്റ് നോ പ്രിൻറ്റഡ് പേപ്പർ സ്ലിപ്പ് ഈസ് ഇൻ വി വി പാറ്റ് ഡ്രോപ്പ് ബോക്സ് ആൻഡ് ഷോൺ ടു പോളിംഗ് ഏജൻറ്റ്സ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് വീണ്ടും ഒരു ആവർത്ത ചോദ്യം കൂടി വന്നിരിക്കുന്നു. ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. അതാണ് വീണ്ടും എസ് മാർക്ക് ചെയ്യുക. ടോട്ടൽ ബട്ടൺ ഓൺ ദി കൺട്രോൾ യൂണിറ്റ് ഹാസ് ബീൻ പ്രസ് ടു ഷോൺ ടോട്ടൽ വോട്ട് 0 ടു പോളിംഗ് ഏജൻറ്റ്സ്. അപ്പോൾ ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും ടോട്ടൽ ബട്ടൺ അമർത്തണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വീണ്ടും എസ് മാർക്ക് ചെയ്യുക. മോക്ക് പോൾ വി വി പാറ്റ് സ്ലിപ്പ് സ്റ്റാമ്പ്ഡ് വിത്ത് മോക്ക് പോൾ സ്ലിപ്പ് ആൻഡ് സീൽഡ് ഇൻ ബ്ലാക്ക് എൻവലപ്പ് ആൻഡ് ദെൻ സീൽഡ് ഇൻ പ്ലാസ്റ്റിക് ബോക്സ് വിത്ത് പിങ്ക് പേപ്പർ സീൽ. അപ്പോൾ അത് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടാവും. അതിനും എസ് കൊടുക്കുക. അതിനുശേഷം അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാം ഫോളോയിങ് വിറ്റ്നസ് മോക്ക് പോൾ ആൻഡ് സർട്ടിഫൈ ദ മോക്ക് പോൾ വോട്ട്സ് ടാലിഡ് ആൻഡ് ദാറ്റ് മോക്ക് പോൾ മോക്ക് വോട്ട്സ് എറേസ്ഡ് ഫ്രം CU ആൻഡ് വി വി പാറ്റ് ആഫ്റ്റർ മോക്ക് പോൾ. ഇതെല്ലാം അവരും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്ന് കാണിക്കാനാണ്. പോളിംഗ് ഏജൻസിൻ്റെയും കൂടി ഒപ്പുകൾ ആ ഡീറ്റെയിൽ അതിനകത്ത് വാങ്ങിക്കുക. നിങ്ങളുടെ സ്റ്റേഷനിൽ പോളിംഗ് സ്റ്റേഷനിൽ മൈക്രോ ഒബ്സർവേഴ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മൈക്രോ ഒബ്സർവറേയും കൂടി ഒപ്പ് വാങ്ങിക്കേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുന്നു. അതിനുശേഷം വീണ്ടും ഒരു സർട്ടിഫിക്കറ്റാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇറ്റ് ഈസ് ഹിയർബൈ സർട്ടിഫൈ that before commencement of actual poll total button of the control unit has been pressed in the presence of all polling officials to ensure that total vote is 0. Tick appropriate observation. Control vote shown total 0. vote 0 ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. അല്ല രണ്ടാമതാണെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ഷോസ് ടോട്ടൽ വോട്ട് മോർ ദാൻ 0 എങ്കിൽ എന്താണ്, മോക്ക് പോൾ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നിങ്ങളത് ക്ലിയർ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഓർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് കിട്ടിയത് വീണ്ടും രണ്ടാമത് നിങ്ങൾ മോക്ക് പോൾ ക്ലിയർ ചെയ്തു എന്നുള്ളത് വീണ്ടും നിങ്ങൾ പറയണം. അപ്പോൾ മിക്കവാറും ആദ്യത്തേതായിരിക്കും, അത് ടിക്ക് ചെയ്യണം എന്നുള്ളത്. അതിനുശേഷം പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടണം. അതിനുശേഷം പോളിംഗ് ഓഫീസേഴ്സ് ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ഒപ്പിടണം എന്നുള്ളതാണ് അതിൻ്റെ വിറ്റ്നസ്സായിട്ട് വരേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ മോക്ക് പോൾ അവിടെ നടക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്താം. അണ്ടിൽ ദാൻ ഇറ്റ്സ് ബൈ ഫ്രം സിഗ്നേച്ചർ ക്ലാസ് റൂം.